മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രമായ ബസൂക്ക റിലീസായിട്ടുണ്ട്. അപ്പോൾ പടത്തിൻ്റെ റെസ്പോൺസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓഡിയൻസ് കണ്ടിറങ്ങിയിട്ട് എല്ലാവരും പറയുന്നത് വെച്ചാൽ നല്ല റെസ്പോൺസാണ്. എന്താണെന്ന് വെച്ചാൽ പടം തുടങ്ങി ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് മമ്മൂക്കയുടെ ടൈറ്റിൽ കാർഡാണ്. മെഗാസ്റ്റാർ എന്ന് പറഞ്ഞുള്ള ടൈറ്റിൽ കാർഡ് തന്നെയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ടൈറ്റിൽ കാർഡ് വരുന്നത്. എന്തായാലും നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ സ്വാഗും പരിപാടിയൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. പിന്നെ ആ കഥയുടെ ഒരു പോക്കും സ്റ്റൈലും ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഭയങ്കര ഇതായിട്ട് പോകുന്നില്ല, എന്നാലും എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഗൗതം വാസുദേവനും വന്ന് അങ്ങനെ സ്വാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു പടം നല്ലൊരു അടിപൊളി ഇന്റർവൽ പഞ്ചിലാണ് കൊണ്ടുപോയി എത്തിച്ചു വെച്ചിരിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ ആലോചിക്കും ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്. ആ ഒരു ഗെയിമിങ്ങിന്റെ ഒരു ആസ്പെക്ട് ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് ഫുള്ള് സംഭവം വരുന്നത്. ലാസ്റ്റ് ഒരു 25 മിനിറ്റ് പക്ക വേറെ ലെവലിലേക്കാണ് ഈ പടം കൊണ്ടുപോയിരിക്കുന്നത്. ഡിനോ ഡെന്നീസിന്റെ ഒരു ഡയറക്ഷൻ ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. എന്നാലും നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും പറയത്തില്ല പുള്ളിക്കാരൻ ചെയ്ത് ആദ്യത്തെ പടമാണ് ഇതെന്ന്. എന്തായാലും ഡിനോ ഡെന്നീസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ BGM ആണ്. സയ്യിദ് അബ്ബാസ് ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പക്കയാണ്. ഫൈറ്റിലും പുള്ളിക്കാരൻ്റെ ഇൻട്രോയ്ക്കും ഒക്കെ വരുന്ന BGM ഒക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പടം കയറി കൊളുത്തിയിട്ടുണ്ട്. ഡിനോ ഡെന്നിസ് ആദ്യം കഥയായിട്ട് മമ്മൂക്കയുടെ വന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കഥയായിട്ട് പറയുകയാണ്. അപ്പോൾ മമ്മൂക്കയാണ് അങ്ങോട്ട് പറഞ്ഞത് താൻ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യുക, അതായിരിക്കും നല്ലതെന്ന്. പക്ഷേ ഈ പടം എടുത്തു വെച്ചിരിക്കുന്നുണ്ടായാൽ പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാമെന്ന് പറയത്തില്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പക്ക ഫാൻ ബോയ് സംഭവമാണ്. നല്ല രീതിക്കാണ് അത് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. മമ്മൂക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു പക്ക ട്രിബ്യൂട്ടാണ് ഈ പടം. അതുപോലെ തന്നെ ഫാൻസിന് നല്ല രീതിക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ പടം കണ്ടു കഴിഞ്ഞാൽ. എന്തായാലും പടം ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു സംഭവമുണ്ട് ഈ പടത്തിൽ. എന്തായാലും നിങ്ങൾ പൈസ മുടക്കി കണ്ടാൽ അത് മുതലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.